ഇന്ന് ലോക ഹൃദയ ദിനമാണ്. നമ്മുടെ ഹൃദയം ആരോഗ്യകരമായി നിലനിർത്തേണ്ടത് നമ്മുടെ ജീവിതത്തിനും കുടുംബത്തിനും അത്യന്താപേക്ഷിതമാണ്. ജീവിതശൈലിയിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ വലിയ രോഗങ്ങൾ തടയാനാകും. പുകവലി, അമിത മദ്യപാനം, ഉറക്കമില്ലായ്മ, അശ്രദ്ധമായ ഭക്ഷണശീലങ്ങൾ തുടങ്ങിയവ ഹൃദയാരോഗ്യത്തിന് വലിയ ശത്രുക്കളാണ്. വ്യായാമം, പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെട്ട സമതുലിതമായ ഭക്ഷണം, മാനസിക സമ്മർദ്ദം കുറയ്ക്കൽ, മതിയായ ഉറക്കം എന്നിവ ഹൃദയത്തെ കുറ്റമറ്റതാക്കും. ഹൃദയാരോഗ്യം സംരക്ഷിക്കേണ്ടത് നാം ഏവരുടെയും കടമയാണ്. ആരോഗ്യകരമായ ഹൃദയം, സന്തോഷകരമായ ജീവിതം എന്ന സന്ദേശം നാം ഏവരും മനസ്സിലാക്കി നടപ്പാക്കണം. കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ അഥവാ CPR അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്തെന്നും ഡോക്ടർ അതിൻ്റെ പ്രൊസീജിയറോടുകൂടി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരും. നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി, കൺസൾട്ടന്റ് എമർജൻസി ഫിസിഷ്യൻ, ഇന്ത്യ ഹോസ്പിറ്റൽ. അപ്പോൾ എന്താണ് ഈ CPR, കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ? ഇതിനെപ്പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്നതാണ് CPR എന്ന് പറയുന്നാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അതായത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ നെഞ്ചിൽ കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ, അതായത് നെഞ്ചിൽ പ്രസ് ചെയ്തിട്ട് ഹാർട്ടിനെ കംപ്രസ് ആവുന്നതുകൊണ്ട് സർക്കുലേഷനെ പുനഃക്രമീകരിക്കുന്നതാണ് CPR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലൊരു ഗോൾഡൻ ടൈം പീരീഡ് ഉണ്ട്. എത്രയും പെട്ടെന്ന് 5 മിനിറ്റിൽ റിസ്റ്റോർ ചെയ്യാൻ പറ്റിയാൽ അത്രയും എഫക്റ്റീവായിട്ട് ബ്രെയിനിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ എത്തുന്നു. ആ ആളുടെ ലൈഫിൽ അത് വലിയൊരു തിരിച്ചു വരുമ്പോഴത്തേക്ക് അയാളുടെ ബ്രെയിൻ ഡാമേജെ ഒഴിവാക്കി നമുക്ക് പഴയ ഒരു നോർമൽ ഒരാളായിട്ട് തന്നെ തിരിച്ച് ആ വ്യക്തിയെ കിട്ടും. അപ്പോൾ അത്രയും ഡിലേ ഇല്ലാതെ എത്രയും പെട്ടെന്ന് CPR നമ്മൾക്ക് എല്ലാവർക്കും, പബ്ലിക്കിലുള്ള ഒരാൾ ഇങ്ങനെ കുഴഞ്ഞു വീഴുന്ന കണ്ടു കഴിഞ്ഞാൽ CPR കൊടുക്കേണ്ട ഒരു വ്യക്തിയാണോ എന്ന് നോക്കിയിട്ട് കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുക്കുക. അപ്പം അതിൻ്റെ ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഒരാൾ കുഴഞ്ഞു വീഴുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അയാളുടെ അടുത്ത് ചെന്നിട്ട് സീൻ സേഫ് ആക്കുക എന്നുള്ളതാണ്. അതായത് അയാൾക്ക് ചിലപ്പോൾ ഷോക്ക് ഇട്ടിട്ട് വീണതാവാം, അല്ലെങ്കിൽ അപ്പോൾ ആ സീൻ ആ പുള്ളിയുടെ ഇലക്ട്രിക് ഷോക്കിൽ പറ്റിയതാണെന്നുണ്ടെങ്കിൽ അത് ഷോക്ക് ഒന്ന് മാറ്റി നിർത്തുക. ഇപ്പം മുങ്ങി മരണത്തിൽ നിന്നാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് മാറ്റി സീൻ സേഫ് ആക്കി ഒരു പ്രതലത്തിലേക്ക്, ഫ്ലാറ്റ് ആയിട്ടൊരു പ്രതലത്തിൽ CPR കൊടുക്കാൻ പറ്റുന്ന, എഫക്റ്റീവായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റിക്കിടത്തുക. കൂടെ നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കുക. നമുക്കും അത് കാരണം ഇഞ്ചുറി ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ സീൻ സേഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളെന്നുണ്ടെങ്കിൽ കോൾ ഫോർ ഹെൽപ്പ്. നമുക്ക് ഒറ്റയ്ക്ക് ഈ എല്ലാ സ്റ്റെപ്സും ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ പറ്റണമെന്നില്ല. അല്ലെങ്കിൽ ഈ ആംബുലൻസിന്റെ ഹെൽപ്പ്, എന്തായാലും നമ്മളൊരു മറ്റൊരാളെ വിളിച്ചെങ്കിലും പറയുക, ആംബുലൻസ് അറേഞ്ച് ചെയ്ത് എത്തിക്കുക. അല്ലെങ്കിൽ